മൂക്ക് പൊത്തി നഗരത്തിൽ ഇറങ്ങുന്നതിന് വേണ്ടി കഴിയാത്ത സാഹചര്യമാണ് ഇന്നിപ്പോ നിലനിൽക്കുന്നതെന്നുള്ള കാര്യം ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടി ഇവിടെ നടന്നിട്ടില്ല. അങ്ങനെയുള്ള കേസിനകത്തെ പ്രതിയെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ BJP നേതൃത്വം തയ്യാറാവുന്നത് BJPയുടെ രാഷ്ട്രീയ ലൈൻ അതാണ് എന്നുള്ളത് കൊണ്ടാണ്. ഒരു വശത്ത് ഭരണ രംഗത്ത് ഉള്ള സമ്പൂർണമായ പരാജയമാണ്, മറുവശത്ത് ഈ തലസ്ഥാനത്തെ ജനപ്രതിനിധികൾ എന്ന് പറയുന്നത് എന്ത് അന്തസ്സുള്ളവരായിരുന്നു, എത്ര നല്ല അഭിമാനമുള്ളവരായിരുന്നു, എത്ര വലിയ സ്വീകാര്യതയുള്ളവരായിരുന്നു. ഈ കോർപ്പറേഷനിലെ ഒരു കൗൺസിലർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു നിയമസഭാ സാമാജികന് സമാനമായി ജനങ്ങൾ കണ്ടിരുന്ന അത്രയ്ക്ക് വിലമതിക്കുന്ന ഒരു നഗരമായിരുന്നു. ആ നഗരത്തിലാണ് ഇപ്പോൾ ഗൂണ്ട മാഫിയ സംഘം ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ ജനപ്രതിനിധികളായി കടന്നു വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വാഴത്തോടം കൗൺസിലറായിരിക്കുന്ന സുഗതൻ ഒന്നാം തരം ഗൂണ്ടയാണ് എന്നുള്ളത് ഞങ്ങൾ പറയേണ്ട കാര്യമില്ല. കേരളത്തിലെ പത്രമാധ്യമങ്ങളെല്ലാം ഒരാഴ്ചക്കാലമായി ഇയാളുടെ കേസിലെ എല്ലാ വിശദാംശങ്ങളും പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. ഓരോ പത്രമാധ്യമങ്ങളും അതിൽ നിന്ന് വ്യത്യസ്തമല്ല, എല്ലാ വിവരങ്ങളും പുറത്തുകൊണ്ടിട്ടുണ്ട്. കൊടും ക്രിമിനലാണ്. 19 ക്രിമിനൽ കേസ് വട്ടിയൂർക്കാവിൽ മാത്രം പ്രതിയാണ്, മറ്റ് സ്റ്റേഷനുകളിലെല്ലാം പ്രതിയാണ്. ആളൊന്നും വധശ്രമ കേസാണ്, മറ്റ് കേസുകളെല്ലാം അതീവ ഗുരുതരമാണ്. അങ്ങനെയാണ് ഗൂണ്ട ആക്ട് പ്രകാരം ഗൂണ്ടകൾക്ക് മേൽ ചുമത്തുന്ന കാപ്പ ചുമത്തി ഇയാളെ ആദ്യമൊരിക്കൽ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത് അന്ന് ഇയാളെ ജാമ്യത്തിൽ ഇറങ്ങി. എന്നാൽ ജാമ്യത്തിൽ ഇറങ്ങി മത്സരിച്ച് കഴിഞ്ഞ് അതേ ഗൂണ്ട പ്രവർത്തനം കൂടുതൽ ശക്തമായി നടപ്പിലാക്കാൻ തുടങ്ങി. പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക, അതുപോലെ തന്നെ നിരവധി ചെറുപ്പക്കാരെ തലമണ്ടയ്ക്ക് അടിച്ച് പൊട്ടിക്കുക, വീടുകാരെ ആക്രമിക്കുക, കാറടിച്ച് പൊട്ടിക്കുക, പോലീസ് സ്റ്റേഷനിൽ തന്നെ ആക്രമിക്കുക, പോലീസിന്റെ കൃത്യപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുക. ചെയ്യാൻ ജനപ്രതിനിധിയായിരിക്കുന്നയാൾ ആലോചിക്കാൻ പോലും കഴിയാത്ത ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ മാന്യതയില്ലേ, മാന്യതയുടെ മുഖമല്ലേ, അതിനെയെല്ലാം കാറ്റിപ്പടത്തിക്കൊണ്ടാണ് ഈ സുഗതൻ ഈ തലസ്ഥാന നഗരിയിൽ വിലസി നടന്നത്. അവസാനം ഗത്യന്തരമില്ലാതെ രണ്ടാമത്തെ കാപ്പ കേസിലാണ് സുഗതനെ പോലീസ് നാടകീയമായി ആകാശത്തേക്ക് വെടിവെച്ച്, സാധാരണ രീതിയില്ല, സ്വന്തം പോലീസിനെ ആക്രമിക്കാനുണ്ടായിരുന്നു. സ്വന്തം പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ആകാശത്തേക്ക് വെടിവെച്ച് വെടി ഉയർത്ത് ഇയാളെ അറസ്റ്റ് ചെയ്യുകയാണ്, ജയിലിലടയ്ക്കാനുണ്ടാകുന്നത്. തിരുവനന്തപുരത്തായിരുന്നു, ഇപ്പോൾ വിയൂർ സെൻട്രൽ ജയിലിലാണ്. എന്ത് ധാർമ്മികാവകാശമാണ് BJPയുടെ ഇടയിരിക്കുന്ന മേയർ, BJPയുടെ നേതൃത്വം പറയണം, ഇത്രയും ക്രിമിനൽ കേസിൽ പ്രതിയായ ഗൂണ്ട നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഇയാൾക്ക് കൗൺസിലറായി തുടരാൻ എന്ത് ധാർമ്മികത, എന്ത് അവകാശം? തൊടുന്നവരും പിടിക്കുന്നവരും എല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ രാജി വേണം എന്ന് പറഞ്ഞു വരുന്ന ആളുകളല്ലേ BJP? എവിടെ പോയി നിങ്ങൾ നാവ്? എവിടെ പോയി നിങ്ങളുടെ ധാർമ്മികത? എവിടെ പോയി നിങ്ങളുടെ ജനാധിപത്യ മൂല്യങ്ങൾ? ഒന്നും കാണാനില്ലല്ലോ. അതുകൊണ്ട് ഈ സുഗതൻ കൊടും ക്രിമിനലായ തലസ്ഥാന നഗരിക്ക്, തലസ്ഥാനത്തിന് അപമാനം വരുത്തിയിട്ടുള്ള ഈ കൊടും ക്രിമിനലായ സുഗതൻ ഒരു നിമിഷം കൗൺസിലറായി തുടരാൻ പാടില്ല. അയാൾ രാജിവെച്ച് പുറത്താക്കണം, അയാളെ രാജിവെപ്പിക്കണം. BJP നേതൃത്വം തയ്യാറാകണം. ഇവിടെ ഈ നാടിനൊരു പാരമ്പര്യമുണ്ട്, പൈതൃകമുണ്ട്, അത് ഉയർത്തിപ്പിടിക്കണം. ജനപ്രതിനിധികൾക്ക് ഒരു പൈതൃകമുണ്ട്. ഈ കോർപ്പറേഷനിലുള്ള മറ്റ് ജനപ്രതിനിധികൾ നാണം കെട്ട് നടക്കുകയാണ്. എന്റെ കൂടെയുള്ളവർ ഇതാണ് അവസ്ഥ എന്ന് പുറത്ത് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഇയാളെ രാജിവെക്കും വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിശക്തമായ പ്രക്ഷോഭ സമരത്തിലേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ പ്രക്ഷോഭ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നഗരസഭ ഈ തലസ്ഥാന നഗരത്തെ കൊട്ടിച്ചോറാക്കുന്ന
എല്ലാ നഗര വികസനവും താറുമാറാക്കുന്ന ഈ നടപടിക്കെതിരായിട്ടുള്ള പ്രക്ഷോഭ സമര പരമ്പരകളുടെ തുടക്കമാണ് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇവിടെ കോർപ്പറേഷന്റെ ഭരണസ്ഥിര കേന്ദ്രത്തിലേക്ക് നടക്കുന്ന മാർച്ച്. ഈ മാർച്ചിൽ പങ്കെടുക്കാനെത്തിയ മുഴുവൻ സഖാക്കളെയും ഞങ്ങൾ പെട്ടെന്ന് ഒരു അറിയിപ്പ് കൊടുത്ത് ഈ മാർച്ച് സംഘടിപ്പിച്ചതാണ്. മുഴുവൻ സഖാക്കളെയും ഞാൻ ഈ മാർച്ചിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും പ്രിയങ്കരനായ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി, കേരളത്തിന്റെ പ്രതിപക്ഷ യുവ നേതാവ് സഖാവ് KN ബാലഗോപാലാണ്. CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. സഖാവ് KN ബാലഗോപാലിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. അധ്യക്ഷത വഹിക്കുന്നത് നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ ഈ തലസ്ഥാന വളരെ വിശദമായി തന്നെ ഇവിടെ സംസാരിച്ചു. സഹ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കപ്പെടാൻ വേണ്ടി പോകുന്നില്ല. നിരവധി ആൾക്കാർ ഇവിടെ സംസാരിക്കുന്നുണ്ട്. തിരുവനന്തപുരം നഗരസഭയുടെ ചരിത്രത്തിൽ ഈ നിലയിലുള്ള ഒരു ഗുണ്ടാത്തലവനും കാപ്പ കേസിലെ പ്രതിയും കോർപ്പറേഷൻ കൗൺസിലറായി ഇരുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. വാഴോട്ടുള്ള ജനങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, കോർപ്പറേഷന്റെ കൗൺസിൽ യോഗത്തിൽ ഒരു കാരണവശാലും ഈ ഗുണ്ടാത്തലവനെ പങ്കെടുപ്പിച്ചുകൊണ്ടും കാപ്പ കേസിലെ പ്രതിയെ പങ്കെടുപ്പിച്ചുകൊണ്ടും കൗൺസിൽ യോഗം കൂടുന്നതിന് വേണ്ടിയുള്ള തീരുമാനം മേയർ എടുക്കണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഞാനിവിടെ അഭ്യർത്ഥിക്കുമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ അധികാരമേറ്റെടുത്തപ്പോൾ പാരീസ് ആക്കുമെന്നും ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളെ വെല്ലുവിളിക്കുന്ന നഗരമായി തിരുവനന്തപുരത്തെ മാറ്റുമെന്നൊക്കെ പറഞ്ഞല്ലോ. മൂക്ക് പൊത്തി നഗരത്തിൽ ഇറങ്ങുന്നതിനോട് കഴിയാത്ത സാഹചര്യമാണ് ഇന്നിപ്പോ നിലനിൽക്കുന്നതെന്നുള്ള കാര്യം ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടി ഇവിടെ നടന്നിട്ടില്ല. കുടിവെള്ളം കിട്ടുന്നില്ല. ഒരു മഴ പെയ്താൽ തമ്മാനൂരും കിഴക്കേക്കോട്ടയും വെള്ളത്തിനടിയിലാവുകയാണ്. അങ്ങനെ മുൻകാലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം കൈവരിച്ച മുഴുവൻ നേട്ടങ്ങളും ഈ ചെറിയ കാലയളവിൽക്കുള്ളിൽ നശിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ഈ സംസ്ഥാനത്തെ പോലീസിനോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ അടക്കമുള്ള അവരുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ അടക്കമുള്ള ഓഫീസുകൾ നിങ്ങൾ പോലീസ് പരിശോധിക്കണം. ഞങ്ങൾ ന്യായമായി സംശയിക്കുകയാണ്, ഈ സുഗതന്റെയൊക്കെ നേതൃത്വത്തിൽ മാരകായുധങ്ങൾ കോർപ്പറേഷൻ ഓഫീസിൽ ഒളിച്ചു വച്ചിരിക്കുകയാണെന്ന് ഞങ്ങൾ ന്യായമായി തന്നെ സംശയിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അത് പരിശോധിക്കണമെന്നുള്ള കാര്യം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇവിടെ നടക്കുന്ന റീൽസ് ഭരണമാണ്. രാവിലെ മേയറും ഡെപ്യൂട്ടി മേയറും കൂടെ വരും, ഏതെങ്കിലും ഒരു സ്പോട്ടിൽ ചെല്ലും, ഒരു ഫോട്ടോ എടുക്കും, അത് റീൽസായി പ്രസിദ്ധീകരിക്കുന്ന ഭരണമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളിതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏതാനും ചെറിയ വോട്ടുകൾക്കാണ് ഭരണം നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നടക്കാത്ത മുഴുവൻ കാര്യങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. അത് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ജനങ്ങൾ അണിനിരത്തിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായ സമര പോരാട്ടങ്ങൾ ഞങ്ങൾ നടത്തുമെന്ന് മുൻനിരക്ക് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയും അതേപോലെ തന്നെ CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും MLA-യുമായിട്ടുള്ള ബാലഗോപാലിനെ ക്ഷണിക്കുകയാണ്. സഹാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരന്മാർ, കേരളത്തിലാകെ ചർച്ചയായിട്ടുള്ള ഒരു വലിയ വിഷയമാണ് കാപ്പ കേസിൽ പ്രതിയായ ഒരു കൗൺസിലർ വീണ്ടും എല്ലാ സംരക്ഷണത്തോടും കൂടി തുടരാൻ, കോടതിക്കകത്താണ് ജയിലിനകത്താണെങ്കിലും എല്ലാ സംരക്ഷണത്തോടും കൂടി തുടരാൻ ശ്രമിക്കുന്ന വാർത്ത. ഇവിടെ നേരത്തെ മാങ്കോട്ട് രാധാകൃഷ്ണനും ഈശ്വരൻകുട്ടിയും പറഞ്ഞതുപോലെ ഇങ്ങനെ ക്രിമിനൽ സ്വഭാവമുള്ള ഒരാളെ തിരുവനന്തപുരം നഗരസഭയുടെ കൗൺസിലറായി നിന്ന അനുഭവമില്ല. കേസുകളൊക്കെ ധാരാളം ഉണ്ടാവും, രാഷ്ട്രീയ കേസ്. ഇവിടുത്തെ കേസുകൾ രാഷ്ട്രീയ കേസല്ല ഈ സുഗതന്റെ പേരിലെന്നുള്ളതാണ്. BJP പറയാൻ ശ്രമിച്ചത് രാഷ്ട്രീയ കേസുകളാണ് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. റിയൽ എസ്റ്റേറ്റും മറ്റു കാര്യങ്ങളും അടക്കമുള്ള പല കേസും, കൊലപാതക ശ്രമം അടക്കമുള്ള കേസുകളൊക്കെ ഉണ്ടെന്നുള്ള വാർത്തകൾ വന്നതാണ്.
ആ വാർത്തകൾ വന്ന് അങ്ങനെയുള്ള കേസിനകത്തെ പ്രതിയെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ BJP നേതൃത്വം തയ്യാറാവുന്നത് BJPയുടെ രാഷ്ട്രീയ ലൈൻ അതാണ് എന്നുള്ളത് കൊണ്ടാണ്. കേരളത്തെ ഉത്തരേന്ത്യയെ പോലെ ആക്കുക എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. ഉത്തരേന്ത്യയിലെ അവരുടെ MP-മാരും മന്ത്രിമാരും എങ്ങനെയാണ് എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. നാട്ടിലെ ജനങ്ങളുടെ അതിശക്തമായ പ്രതിഷേധം ഉണ്ടായിട്ടും അവിടെ വലിയ ക്രിമിനൽ കേസിൽ പ്രതിയായ ആളുകളെ, ബലാത്സംഗ കേസ്, സ്ത്രീപീഡന കേസ്, അതിനെപ്പറ്റി പരാതി കൊടുത്ത ആളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ്, ഇതെല്ലാം ഉണ്ടായ ആളുകൾ മന്ത്രിമാരായി തുടർന്നതും MP-മാരായി തുടർന്നതും നമ്മൾ വായിച്ചതാണ്. ബോക്സിംഗ് താരങ്ങള് പ്രതിഷേധിച്ച കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. അവരെ പീഡിപ്പിക്കാൻ എല്ലാ തരത്തിലും ശ്രമിച്ച ആളുകളെ കേന്ദ്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിൽ വെച്ചത് നമ്മൾ വായിച്ചതാണ്. ഇത്തരം സംഭവങ്ങളൊക്കെ വഴി ഭീഷണിപ്പെടുത്തി ഓരോ പ്രദേശത്തെയും രാഷ്ട്രീയത്തെ തങ്ങളുടെ അനുകൂലമാക്കി മാറ്റുന്ന ആ ഉത്തരേന്ത്യൻ രാഷ്ട്രീയം കേരളത്തിൽ നടപ്പിലാക്കാനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മുതൽ ഇവർ ശ്രമിക്കുന്നെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് വളരെ ശക്തമായി കേരളത്തിലെ ജനങ്ങൾ പറയും. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധം. കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ. നഗരസഭയുടെ പ്രവർത്തനങ്ങളുടെ നേട്ടങ്ങൾ ഓരോന്നും ഞാൻ എടുത്തു പറയുന്നു. പല മാധ്യമങ്ങളും എടുത്തു പറയുന്ന ഒരു കാര്യമാണല്ലോ നമ്മുടെ പൊങ്കാല പോലെയുള്ള ഒരു വളരെ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ആറ്റുകാൽ പൊങ്കാല പോലെ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ ജനക്കൂട്ടം ആചാരം. അത് കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കകം ഈ നഗരം അങ്ങനൊരു സംഭവം നടന്നതിന്റെ അതിന്റെ ഇഷ്ടികയും ചാരവും വിളക്കും അടുപ്പും ഒന്നുമില്ലാതെ എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ പിന്തുണയോടുകൂടി ശുചീകരിക്കുന്ന ഒരു അനുഭവം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിന് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടാണ്. ഇവിടെ ഇപ്പോ പൊങ്കാല കഴിഞ്ഞപ്പോഴും ഇതേ പ്രശ്നം ചർച്ച ചെയ്യപ്പെട്ടു. എത്ര വർഷമായി വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ തിരുവനന്തപുരത്ത് ബന്ധുള്ള ഒരാളാണ്. തിരുവനന്തപുരത്ത് ഇങ്ങനെ വെള്ളം കയറി എത്ര കാലത്തിന് ശേഷമാണ് ഹോട്ടലുകളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന പാത്രം വെള്ളത്തിനോട് ഒഴുകി നടക്കുന്ന ചിത്രം കഴിഞ്ഞ ദിവസം വന്നു. വെള്ളം ഒഴുകി പോകുന്നതിന്